എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ വീശിയൊന്നും അടിക്കാതെ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ നൂൽ പൊറോട്ടയാണ്. ഒരുപാട് ലെയറുകളോട് കൂടിയിട്ടുള്ള ശരിക്കും നല്ല നൂല് പോലെയുള്ള നൂൽ പൊറോട്ട നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിന്റെ കൂടെ തന്നെ ഞാൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു മുട്ടക്കറിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നൂൽ പൊറോട്ട റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിതിലേക്ക് ഒരു കോഴിമുട്ടയ്ക്ക് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ 250 ml ഒരു കപ്പിൽ 4 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കുകയാണ്. മൈദ നമ്മൾ ഇതുപോലെ അളന്നിട്ട് എടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ലെവലിൽ നിൽക്കുന്ന രീതിയിൽ വടിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ അടിച്ചെടുത്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് മുഴുവൻ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. മുട്ടയും ചേർത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു നൂൽ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ 1 കപ്പ് അളവിൽ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഇതുപോലെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് കുഴച്ചിട്ടെടുക്കുക. കറക്റ്റ് കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ പറയാം കേട്ടോ എനിക്ക് എത്രത്തോളം വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ കയ്യിൽ ചെറിയൊരു മുറിവ് പറ്റിയതുകൊണ്ട് ഞാനൊരു ഗ്ലൗസ് ഉപയോഗിച്ചിട്ടാണ് നന്നായിട്ടൊന്ന് മാവൊന്ന് കുഴച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ മാവൊന്ന് കുഴച്ചിട്ടെടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം എടുത്തത് അത് മുഴുവനും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഒരു മാവ് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പും അതായത് ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി വേണം നമ്മൾ ഈ ഒരു പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കയ്യിലൊക്കെ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കും. ആ ഒരു പരുവത്തിന് തന്നെ നമ്മൾ മാവൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. ഇതുപോലെ നമ്മൾ കറക്റ്റ് വെള്ളം ഒഴിച്ച് കൊടുത്ത് മാവൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ തൂകിയിട്ട് ഒരു 15 മിനിറ്റോളം തന്നെ നമ്മൾ ഈ ഒരു മാവൊന്ന് കുഴച്ചിട്ടെടുക്കണം കേട്ടോ. ഈ ഒരു രീതിക്ക് ഇതുപോലെ ഈ ഒരു പരുവത്തിന് നമ്മളൊരു കറക്റ്റ് ഒരു 15 മിനിറ്റോളം തന്നെ ഈ ഒരു മാവ് കുഴച്ചിട്ടെടുത്താൽ മാത്രമേ നമ്മുടെ നൂൽ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. മാവ് കുഴച്ചിട്ടെടുക്കുന്നത് ശരിയായിട്ടില്ലെങ്കിൽ പൊറോട്ട ഒരുപാട് ഹാർഡായിട്ടിരിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 15 മിനിറ്റോളം തന്നെ നമ്മൾ ഈ ഒരു രീതിക്ക് നന്നായിട്ട് മാവ് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുണ്ടല്ലോ ഏകദേശം ഒരു 15 മിനിറ്റോളം തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു മാവ് ഞാൻ ഇതിൽ നിന്ന് കുഴച്ചെടുക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഇതിലൊരു പാത്രത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു മാവ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പൊറോട്ട റെഡിയാക്കിയിട്ട് എടുക്കാം. പക്ഷേ അങ്ങനെ ഉണ്ടാക്കുന്ന പൊറോട്ട കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ഹാർഡായിട്ടിരിക്കും. അപ്പോൾ കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും ഈ ഒരു മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഒരു മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തേങ്ങ ഒന്നും അരയ്ക്കാതെ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള മുട്ടക്കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 6 കോഴിമുട്ട ഞാനൊന്ന് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് വരഞ്ഞും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 മീഡിയം വലിപ്പമുള്ള സവാള. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കത്തില്ല സവാള, ആ ഒരു സെയിം രീതിയിൽ ഫ്രൈ ചെയ്തിട്ടെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഒരു സവാള ഇതുപോലെ ഞാൻ മിക്സഡ് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 10-15ഓളം കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കാഷ്യൂനട്ട് നമ്മുടെ ഇല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഈ ഒരു കറി റെഡിയാക്കുന്ന സമയത്ത് ഒരു 1/2 കപ്പോളം നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, തേങ്ങാപ്പാൽ. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അധികം പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, കാരണം ഞാനൊരു കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് അരയണമെങ്കിൽ ആദ്യം ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ ആദ്യം നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് കറക്കി അതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് അരച്ചിട്ടെടുത്താൽ മതി. ഏകദേശം ഞാനിത് അരയ്ക്കുന്ന സമയത്ത് ഒരു 1/2 കപ്പ് എടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ, ഇത് ഇതുപോലെ ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് ഒരു 2 മീഡിയം വലിപ്പമുള്ള തക്കാളി ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിൽ നിന്ന് അരച്ചിട്ടെടുത്തിരിക്കുന്നതാണ്. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സവാള ഫ്രൈ ചെയ്തിട്ടെടുത്ത ഒരു ഓയിൽ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഒരു 3 ഗ്രാമ്പും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും ഒരു 2 ഏലക്കാണിത് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ബേ ലീവ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടാതെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം.
ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തതും 1/4 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു 3 പച്ചമുളക് നെടുകെ കീറിയതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കാം. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ചുവന്ന് മാറി വരുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഒരു പാനിൽ ചൂട് കൂടുതലാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നീട് നമ്മളൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഒന്നെങ്കിൽ ഇതുപോലെ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പൊടികൾ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി പൊടികളുടെ ഒരു പച്ച ചുവ മാറി വരുന്ന ഒരു സമയത്ത് തന്നെ നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളി പേസ്റ്റ് ഇല്ലേ, അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് തക്കാളിയുടെ ഒരു പച്ച ചുവ മാറി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആദ്യം ഒരു 3-4 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുക, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം നമ്മൾ അടച്ചു വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു തക്കാളിയുടെ ഒരു പച്ച ചുവയൊക്കെ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ഈ ഒരു സമയത്താണ് നമ്മുടെ ഒരു ഫ്രൈഡ് സവാളയുടെ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ആ ഒരു പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുക. സവാള ഫ്രൈ ചെയ്തതായതുകൊണ്ട് തന്നെ ഒരു പച്ചച്ചൊവ ഉണ്ടാവത്തില്ല, എങ്കിലും നമ്മൾ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചിട്ടെടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കുന്നതായിരിക്കും. ഈ ഒരു ഗ്രേവിയുടെ ഒരു പച്ചച്ചൊവ പൂർണ്ണമായിട്ട് മാറിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുക. വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ആ ഒരു ഗ്രേവി ഒന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ പുഴുങ്ങി വരഞ്ഞു വെച്ചിട്ടുള്ള ഒരു മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മുട്ടയും കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ആ ഒരു മുട്ടയിൽ ഒരു മസാലയൊക്കെ പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടി പിടിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു മുട്ടയിൽ നന്നായിട്ട് തന്നെ ഒരു മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കസൂരി മേത്തി ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണിത്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് നോക്കുക. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതിലൊരു കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മുട്ടക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മാവ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 3 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മാവ് നമുക്ക് ഒരു 8 ബോൾസ് ആക്കി ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നമ്മൾ മാവിൽ നിന്ന് അടിയിൽ നിന്ന് പ്രസ് ചെയ്ത് മുകളിലേക്കാക്കി ഇതുപോലെ ബോൾസ് പരുവത്തിൽ നിന്ന് റെഡിയാക്കി എടുത്താൽ മതി. നമ്മൾ ഇതുപോലെ ബോൾസ് ആക്കി വെക്കുന്ന ഈ ഒരു പാത്രത്തിലും കുറച്ച് ഓയിൽ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ ഒരു 8 ബോൾസ് ആക്കി ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 30 മിനിറ്റ് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ആ ഒരു മാവിരുന്നങ്ങ് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 30 മിനിറ്റിന് ശേഷം ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉരുട്ടി വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം പരത്തുന്ന സമയത്ത് നമുക്ക് ബാക്കി ഇതുപോലെ അടച്ച് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു മാവിരുന്നങ്ങ് ഉണങ്ങിപ്പോവും. ഒരു കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ഓയിൽ നമ്മൾ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു മാവ് ഇതിലേക്ക് ഒരു കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് പരത്തിയെടുക്കാവുന്നതുള്ളൂ. ഒട്ടും ബലമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ബലമൊന്നും കൊടുക്കാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ കൈ കൊണ്ട് തന്നെ ഇത് പരത്തിയെടുക്കാൻ പറ്റും. കുറച്ച് ഓയിൽ ആക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ഇതുപോലെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുണ്ടല്ലോ വളരെ നൈസായിട്ട് ഇതുപോലെ നമ്മളൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ പരത്തിയെടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനുശേഷം കുറച്ച് മൈദ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കുക ഇതുപോലെ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. നല്ല നൂല് പോലെ വേണം നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നെങ്കിൽ ഇതുപോലെ കത്തി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നൂല് പോലെ കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ കടയിലൊക്കെ നൂൽ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു കട്ടറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നൂഡിൽസ് കട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു കട്ടർ ഉപയോഗിച്ചിട്ടാണ് കടകളിൽ നൂൽ പൊറോട്ട അവർ ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ ഞാനും ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കട്ടറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഫുള്ളായിട്ട് വരയാ കേട്ടോ. ഒരു തവണ മാത്രം നമ്മൾ ഇതുപോലെ വരഞ്ഞിട്ടെടുത്താൽ പോരാ കേട്ടോ. വീണ്ടും ഒരു 1-2 തവണ കൊണ്ട് നന്നായിട്ടൊന്ന് വരഞ്ഞിട്ടെടുക്കുക.
ഇങ്ങനെ നമ്മൾ വരഞ്ഞിട്ടെടുക്കുമ്പോൾ ഇത് കണ്ടില്ല ഒരുപാട് ചെറിയ ചെറിയ നൂല് പോലെ നമുക്ക് കിട്ടും. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു 2 സൈഡിൽ നിന്ന് മാവ് ഇതുപോലെ സെൻറ്ററിലേക്ക് നമ്മൾ കൊണ്ടുവരിക. എന്നിട്ട് ഈ ഒരു അറ്റം പിടിച്ചിട്ട് ഇതുപോലെ നമ്മളൊന്ന് ചുറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടില്ല ഈ ഒരു സെയിം രീതിയിൽ തന്നെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ നമ്മൾ ചുറ്റിയെടുത്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു പാത്രം നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് ചെയ്തിട്ടെടുക്കാം. ഇത് കണ്ടില്ല ഇതുപോലെ എല്ലാം തന്നെ പരത്തി നല്ല നൂല് പോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും മൈദയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ട് തന്നെ റൗണ്ടാക്കി ഒന്ന് പരത്തിയെടുക്കണം. ആദ്യം നമ്മൾ ഇതുപോലെ ചുറ്റിച്ച് വെച്ചിരുന്ന ഒരു മാവില്ല അത് ആദ്യം ചൂടാൻ വേണ്ടിയിട്ട് എടുക്കുക. അത് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഒരു മാവ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് തന്നെ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി പരത്തിയെടുത്താൽ മതി. ഇതുപോലെ നമ്മളൊന്ന് പരത്തിയെടുത്തതിന് ശേഷം നല്ല ചൂടായിട്ട് കിടക്കുന്ന പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ചുറ്റിട്ടെടുക്കാം. തീ ഒരുപാട് കൂട്ടി വെച്ച് കൊടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്ക് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡിൽ നിന്ന് കുക്കായി വരുമ്പോഴത്തേക്കും കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഇതുപോലെ പൊറോട്ട നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഇതുപോലെ നമ്മളൊന്ന് അടിച്ചിട്ടെടുക്കാം കേട്ടോ. ഒന്നായിട്ടോ അല്ലെങ്കിൽ ഒരു 2-3 ചുട്ടെടുത്തിട്ട് കൂട്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അടിച്ചിട്ടെടുക്കാവുന്നതാണ്. നല്ലൊരു ചൂടോട് കൂടിയിട്ട് തന്നെ അടിച്ചിട്ടെടുക്കുമ്പോഴാണ് ആ ഒരു ലെയറുകളൊക്കെ നന്നായിട്ട് നമുക്ക് വിട്ടുവരുന്നത്. ഇതിപ്പോൾ കണ്ടില്ല ഒരുപാട് ലെയറുകളുള്ള ആ ഒരു നൂല് പോലെയുള്ള ഒരു നൂൽ പൊറോട്ട തന്നെ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ പൊറോട്ട അടിച്ചെടുത്തതിന് ശേഷം ഒരു കാസറോളിട്ട് ഇതുപോലെ അടച്ച് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും ആ ഒരു ആവിയിൽ ഇരുന്നിട്ട് ഒരു പൊറോട്ട കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഇങ്ങനെ റൗണ്ടാക്കി തന്നെ വെക്കാതെ ഫുൾ ആ ഒരു ലെയറുകളൊക്കെ അടർത്തിയിട്ടിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തിട്ടെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ലെയറോട് കൂടിയിട്ടുള്ള നല്ല കിട്ടിലും ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽ പൊറോട്ട നമുക്കിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാവുന്നതാണ്. ഒന്നെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് മുട്ടക്കറി ഉണ്ടാക്കാവുന്നതാണ്, അല്ലെങ്കിൽ നല്ല ചിക്കൻ കറിയും ബീഫ് കറിയും മീൻ മുളകിട്ടതൊക്കെ ഈ ഒരു നൂൽ പൊറോട്ടയുടെ കൂടെ നല്ല കിട്ടിലും ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഷ്ടമുള്ള കറി കൂട്ടി നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ്. നോൺ വെജ് കഴിക്കാത്തവർക്ക് വെജിറ്റബിൾ കറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നൂൽ പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് റെഡിയാക്കി ഇട്ടിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.